ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനാണ് പഠിക്കുന്നത്. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എൻ സി സീറോ എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി ആർ a raised to n minus r b raised to r plus etc plus nc n minus 1 a b raised to n minus 1 plus ncn b raised to n. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടൈമിൽ എൻ സി സീറോ, അടുത്ത ടൈമിൽ എൻ സി വൺ, എൻ സി ടു എക്സെട്ര. ജനറൽ ടൈമാണത് എൻ സി ആർ പ്ലസ് എക്സെട്ര. nth ടൈം എൻ സി എൻ മൈനസ് വൺ, എൻ സി എൻ. ഈ രീതിയിലാണ് കോയിഫിഷ്യൻ്റ് പോകുന്നത്. എയുടെ പവർ ഫസ്റ്റത്തേൽ എ റേസ് ടു എൻ ആണ്. അടുത്ത ടൈമിൽ വരും എ റേസ് ടു എൻ മൈനസ് വൺ, എ റേസ് ടു എൻ മൈനസ് ടു എക്സെട്ര പ്ലസ് എ റേസ് ടു എൻ മൈനസ് ആർ. ലാസ്റ്റ് ടൈമിൽ എ ഇല്ല, അതിന് തൊട്ട് മുമ്പത്തെ ടൈമിൽ എ, അതായത് എ റേസ് ടു വൺ. ലാസ്റ്റ് ടൈമിൽ എ റേസ് ടു സീറോ ആണ്. ഇനി ഫസ്റ്റ് ടൈമിൽ ബി റേസ് ടു സീറോ ആണ്. ബി റേസ് ടു സീറോ ഈസ് വൺ. അതുകൊണ്ടാണ് നമ്മൾ ബി ഇവിടെ എഴുതാത്തത്. ദെൻ ബി, ബി സ്ക്വയർ, ബി ക്യൂബ് എക്സെട്ര, ബി റേസ് ടു ആർ, ബി റേസ് ടു എൻ മൈനസ് വൺ, ബി റേസ് ടു എൻ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ എക്സ്പാൻഷനിൽ എയുടെ എക്സ്പൊണൻ്റ് കുറഞ്ഞു വരുന്നു, ബിയുടെ എക്സ്പൊണൻ്റ് കൂടി വരുന്നു. ഈ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലേതൊരു ടേം എടുത്തു കഴിഞ്ഞാലും എയുടെ എക്സ്പൊണൻറ്റും ബിയുടെ എക്സ്പൊണൻറ്റും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എൻ ആണ്. എൻ മൈനസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു എൻ, എൻ മൈനസ് ടു പ്ലസ് ടു ഈക്വൽ ടു എൻ, എൻ മൈനസ് ആർ പ്ലസ് ആർ ഈക്വൽ ടു എൻ. അതുപോലെ ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള എയുടെയും ബിയുടെയും എക്സ്പൊണൻസ് ആഡ് ചെയ്താൽ നമുക്ക് എൻ ആണ് കിട്ടുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ ഓർത്തിരിക്കാം. ഈ ഒരു എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ കൂടുതലായിട്ടും ചെയ്യുവാനുള്ളത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 3/x ഹോൾ റേസ് ടു 4 വെർ എക്സ് നോട്ട് ഈക്വൽ ടു 0. നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ എക്ക് പകരമുള്ളത് എക്സ് സ്ക്വയർ ആണ്, ബിക്ക് പകരം 3/x ആണ്, എൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആദ്യം നമ്മളിതിനെ മാറ്റി എഴുതുന്നു. എ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ബി ഈക്വൽ ടു 3/x ആൻഡ് എൻ ഈക്വൽ ടു 4. എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3/x ഹോൾ റേസ് ടു 4 ഈക്വൽ ടു 4c0 എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 പ്ലസ് 4c1 x square all cube into 3/x plus 4c2 x square whole square into 3/x whole square plus 4c3 x square 3/x all cube plus 4c4 3/x whole raised to 4. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് വരുന്ന നോക്കാം. 4c0, 4c1, 4c2, 4c3, 4c4. ദെൻ ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 ആണ്. ഇവിടെ തന്നെ 4 ആയതുകൊണ്ട് 4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4. അടുത്തതിൽ വരുമ്പോൾ എക്സ് സ്ക്വയർ ഓൾ ക്യൂബായി, എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1. ലാസ്റ്റ് ടൈമിൽ എക്സ് സ്ക്വയറിൻ്റെ ടൈമില്ല. ദെൻ ബി എന്ന് പറയുന്നത് 3/x ആണ്. ഫസ്റ്റ് ടൈമിലില്ല, സെക്കൻഡ് ടൈമിൽ 3/x, അടുത്ത ടൈമിൽ 3/x ഹോൾ സ്ക്വയർ, അടുത്ത ടൈമിൽ 3/x ഓൾ ക്യൂബ്, ലാസ്റ്റ് ടൈമിൽ 3/x ഹോൾ റേസ് ടു 4. ഇവിടെ കോയിഫിഷ്യൻ്റ് എല്ലാം കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വി നോ ദാറ്റ് എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വേർ എൻ ഈക്വൽ ടു 4. അപ്പോൾ ആദ്യം നമുക്ക് 4c0 കാണാം. 4c0 എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു 4 ആണ്, ആർ എന്ന് പറയുന്നത് 0 ആണ്. ദറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു 4 minus 0, that is 4 factorial.
4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1 ആണ്. എന്നിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും NC0 ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ NCN ഈക്വൽ ടു 1 ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. NC0 ഈക്വൽ ടു 1 ആൻഡ് ഓൾസോ NCN ഈക്വൽ ടു 1. എന്നുവെച്ചാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കും. നെക്സ്റ്റ് 4C1 ഈക്വൽ ടു 4C1 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ 4 ഫാക്ടോറിയൽ നമുക്ക് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 4C1 ഈക്വൽ ടു 4. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം NC1 ഈക്വൽ ടു N. ആ ഒരു ഫോമുല ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് വാല്യൂ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് 4C2 ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 ഫാക്ടോറിയൽ. 4 minus 2 is 2 factorial. That is 4 factorial by 2 factorial into 2 factorial. ഈ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ദറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. ദെൻ 2 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2. ഹിയർ ഓൾസോ 2 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2. ദെൻ 2 ഇൻറ്റു 2 4 ആണ്. 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിൽ ബാക്കി വരുന്നത് 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. ദറ്റ് ഈസ് 4C2 ഈക്വൽ ടു 6. സിമിലർലി വി ക്യാൻ ഫൈൻഡ് 4C3 ഈക്വൽ ടു 6. ദെൻ 4C4 ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം നമ്മൾ കോഎഫിഷ്യൻ്റ് ഇതുപോലെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം മാത്രം നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷനിൽ വാല്യൂ കൊടുത്താൽ മതി. അപ്പം നമ്മൾ 4C0 1 ആണ്. x സ്ക്വയർ ഹോൾ റൈസ് ടു 4 എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 8 പ്ലസ് 4C1 4 x റൈസ് ടു 2 ഇൻറ്റു 3 6 ഇൻറ്റു 3 ബൈ x പ്ലസ് 4C2 6 then x റൈസ് ടു 2 ഇൻറ്റു 2 4 then 3 സ്ക്വയർ 9 ബൈ x സ്ക്വയർ പ്ലസ് 4C3 ഈക്വൽ ടു 4 x സ്ക്വയർ into 3 cube 27 divided by x cube plus 4C4 is 1 3 raised to 4 81 by x raised to 4. Simplify ചെയ്യാം. x raised to 8 plus 4 into 3 12 x raised to 5 that is x raised to 6 by x. ഒരു x നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് x raised to 5. then x raised to 4 by x square. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ ഒരു എക്സ് സ്ക്വയർ. അപ്പം നമുക്ക് എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ഇവിടെ നമുക്ക് എക്സ് ഉണ്ടാവും. ദെൻ 81 ബൈ എക്സ് റേസ് ടു 4. എക്സ് റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു 3 12 പ്ലസ് 6 ഇൻറ്റു 9 54 4 ഇൻറ്റു 27 108 81. Therefore, expansion of x square plus 3 by x whole raised to 4 equal to x raised to 8 plus 12 x raised to 5 plus 54 x square plus 108 by x plus 81 by x raised to 4. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് x square plus 3 by x whole raised to 4ൻ്റെ എക്സ്പാൻഷൻ a പ്ലസ് ബി ഹോൾ റേസ് ടു n എന്നുള്ള ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഹയർ സെക്കൻഡറി എക്സാമിന് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് a പ്ലസ് ബി ഹോൾ റേസ് ടു 4 മൈനസ് a മൈനസ് ബി ഹോൾ റേസ് ടു 4. ഹെൻസ് ഇവാലുവേറ്റ് √3 പ്ലസ് √2 ഹോൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ് ടു 4. നമുക്ക് എ പ്ലസ് ബി ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ ആദ്യം കാണണം. എ മൈനസ് ബി ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷനും അതിനുശേഷം എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 മൈനസ് എ മൈനസ് ബി ഹോൾ റേസ് ടു 4 കാണണം. എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 ഈക്വൽ ടു എ റേസ് ടു 4 പ്ലസ് 4a ക്യൂബ് ബി പ്ലസ് 6a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4ab cube plus b raised to 4.
a minus b whole raised to 4 equal to a raised to 4 minus 4a cube b plus 6a square b square minus 4a b cube plus b raised to 4. a plus b whole raised to 4ൻ്റെ അതേ കോഎഫിഷ്യൻറ്റുകൾ തന്നെയാണ് എ മൈനസ് ബി ഹോൾ റേസ്റ്റ് ടു 4ൻ്റെയും. ഇവിടെ 1 4 6 4 1 ആണ്. പക്ഷേ എ പ്ലസ് ബി ആകുമ്പോൾ എല്ലാ ടേമും പ്ലസ് ആണ്. എ മൈനസ് ബി ഹോൾ റേസ്റ്റ് ടു 4 ആകുമ്പോൾ ഫസ്റ്റ് ടേം പോസിറ്റീവ്, സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്. ദെൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഓൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എ പ്ലസ് ബി ഹോൾ റേസ്റ്റ് ടു 4 മൈനസ് എ മൈനസ് ബി ഹോൾ റേസ്റ്റ് ടു 4, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. എ റേസ്റ്റ് ടു 4 മൈനസ് എ റേസ്റ്റ് ടു 4 ഈസ് 0. 4a ക്യൂബ് ബി മൈനസ് മൈനസ് 4a ക്യൂബ് ബി എന്ന് പറഞ്ഞാൽ 4a ക്യൂബ് ബി പ്ലസ് 4a ക്യൂബ് ബി, ദെൻ 4 പ്ലസ് 4 8a ക്യൂബ് ബി. The next term 6a square b square minus 6a square b square, that's equal to 0. Then 4ab cube minus minus 4ab cube, that is 4ab cube plus 4ab cube, that is 4 plus 4 8ab cube. b raised to 4 minus b raised to 4 is 0. Therefore we obtained a plus b whole raised to 4 minus a minus b whole raised to 4 equal to 8a cube b plus 8ab cube. Then take 8 outside, a b outside. That is 8ab into ഇവിടെ 8ab പോയാൽ ബാക്കി ഇവിടെ ഒരു a പോയി, പിന്നെ a സ്ക്വയർ ആണുള്ളത്. സെക്കൻഡ് ടൈമിലും 8ab പോയാൽ ബാക്കിയുള്ളത് b സ്ക്വയർ ആണ്. Thus we have obtained a plus b whole raised to 4 minus a minus b whole raised to 4 equal to 8ab a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താണ്? ആദ്യം ഈ ഒരു എക്സ്പാൻഷൻ ചെയ്യുക, അതിനുശേഷം നമുക്ക് ഹെൻസ് ഇവാലുവേറ്റ്, അതായത് നമുക്ക് കിട്ടിയ റിസൾട്ട് ഉപയോഗിച്ച് √3 പ്ലസ് √2 ഹോൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷനാണ് കണ്ടത്. അതായത് ഇവിടെ നമ്മൾ എക്ക് പകരം എന്ത് കൊടുക്കണം? √3യും ബിക്ക് പകരം √2ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. That is, put a equal to √3 and b equal to √2. Therefore, √3 plus √2 whole raised to 4 minus √3 minus √2 whole raised to 4 equal to നമുക്ക് കിട്ടിയിരിക്കുന്നത് 8ab into a square plus b square. അപ്പോൾ 8 എക്ക് പകരം √3, ബിക്ക് പകരം √2. That is 8 into √3 into √2 ബ്രാക്കറ്റിൽ √3 whole square plus √2 whole square. That is 8 into √3 into √2 is root of 3 into 2, that is √6. Then √3 whole square is 3, √2 whole square is 2. 3 plus 2 equal to 5. 8 into 5 into √6. Then 8 into 5 equal to 40 √6. Thus we have the value √3 plus √2 whole raised to 4 minus √3 minus √2 whole raised to 4 equal to 40 √6. ഈ രീതിയിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.